ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഞാനിവിടെ കുറച്ച് സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇമേജുകൾ ഓരോന്നും ഈ സ്ലൈഡുകളുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആഡ് ചെയ്യാം. അതിനായി ഇമേജ് കട്ട് ചെയ്തതിന് ശേഷം വൈറ്റ് സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് പിക്ചർ ഓർ ടെക്സ്ചർ ഫില്ലിൽ നിന്നും ക്ലിപ്പ് ബോർഡ് സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ ഓരോ സ്ലൈഡിലും ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ റെക്റ്റാങ്കിളുകൾ ആഡ് ചെയ്യാം. അതിനായി ഞാനിവിടെ റൗണ്ടഡ് കോർണേഴ്സ് ഉള്ള റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ഓരോ സ്ലൈഡിലും റെക്റ്റാങ്കിളുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആവശ്യമുള്ള സൈസിൽ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ലൈൻ എന്നുള്ള ഓപ്ഷനിൽ നോ ലൈൻ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഫില്ല് ഞാൻ സോളിഡ് ഫിൽ സെലക്ട് ചെയ്ത് കളർ വൈറ്റ് നൽകുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസി ഒരു 15% നൽകുകയാണ്. ഇനി നമുക്ക് ഇതിലൊരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് ഏതെങ്കിലും ലെറ്റർ ആഡ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടെ കേരളത്തെക്കുറിച്ചുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ 6 സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ ലെറ്റേഴ്സും ഇവിടെ ആഡ് ചെയ്ത് നൽകുകയാണ്. സോ ആദ്യത്തെ സ്ലൈഡിൽ ഞാൻ കെ ആഡ് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്ത് അതിന് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഇമ്പാക്റ്റ് എന്നുള്ള ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് മാക്സിമം ഇൻക്രീസ് ചെയ്യുന്നു. സോ നമ്മുടെ ഈ സ്ലൈഡിൽ ഇതിനെ സെലക്ട് ചെയ്ത് വളരെ കൃത്യമായി അറേഞ്ച് ചെയ്യുകയാണ്. ഇനി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും അലൈൻ സെലക്ട് ചെയ്ത് അലൈൻ ടു മിഡിൽ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഈ റെക്റ്റാങ്കിൾ കോപ്പി ചെയ്ത് എല്ലാ സ്ലൈഡിലും അത് പേസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഞാൻ ആദ്യം ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ കൂടി ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ടെക്സ്റ്റ് ബോക്സും സെലക്ട് ചെയ്ത് ഇവിടെ ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും മെർജ് ഷേപ്പ് സെലക്ട് ചെയ്ത് സബ്ട്രാക്ട് സെലക്ട് ചെയ്തു. ഇതേ പ്രൊസീജിയർ തന്നെ എല്ലാ സ്ലൈഡിലും ആവർത്തിക്കുക. ഇനി നമുക്ക് ഓരോ സ്ലൈഡിലേക്കും വേണ്ട ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. സോ ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത പവർ പോയിന്റിൽ നിന്നും ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് നൽകുകയാണ്. ഇനി നമുക്ക് ഈ സ്ലൈഡുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ട്രാൻസിഷൻ നൽകാം. അതിനായി ഞാൻ ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് അവസാനത്തെ സ്ലൈഡും സെലക്ട് ചെയ്ത് ട്രാൻസിഷൻസ് എന്ന ടാബിൽ നിന്നും ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് എന്നുള്ള ഡൈനാമിക് കണ്ടന്റ് എന്നുള്ള ഈ ഗ്രൂപ്പിലെ റൊട്ടേറ്റ് എന്നുള്ള ഈ ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്യും. സോ ഇനി നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.